ഇന്ന് ഡിന്നറിന് എന്തുണ്ടാക്കാന്ന് ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ മാഷ് പൊട്ടാറ്റോസ് ആവാന്ന് വിചാരിച്ചു. സായിപ്പിന്റെ ഒരു ഇഷ്ട വിഭവമാണ് സാധനം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് അവിച്ചതെന്നും പറയാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലി പൊളിച്ച് കഴുകി അത്യാവശ്യം വലിയ സൈസിൽ തന്നെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ലേശം ഉപ്പും കൂടി ഇട്ടിട്ടെ. ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടാണ്ടോ വേവിച്ചത്. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ നമുക്കതിന്റെ വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ഗാർലിക് നെയ്യിൽ അല്ലെങ്കിൽ ബട്ടറിൽ തന്നെ വഴറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരാണ് ഞാൻ വെയിറ്റ് ചെയ്തുള്ളായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കുറച്ച് സൈഡിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് ബീഫിന്റെ കറിയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ തിന്നാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ ബീഫ് സ്റ്റേക്കിന്റെയോ അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ കൂടെയാണ് ഇവിടെ സായിപ്പുമാർ ഇത് കഴിക്കാറ്. അപ്പൊ നമ്മളൊന്ന് ഉടച്ചു കഴിഞ്ഞ ഉരുളക്കിഴങ്ങിലേക്കാണ്ടോ ഈ വഴറ്റുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത്. അങ്ങനെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഒരു പീസ് ബട്ടറും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ പാലും. പിന്നെ വേണമെങ്കിൽ ടേസ്റ്റിന് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടെ രുചികരമായിരിക്കും കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ, അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ ലവ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുകയുള്ളൂ എന്നൊരു ടേംസ് വിട്ടിട്ട് നീയായിട്ട് ജീവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയാൻ നമുക്ക് ചുറ്റും ആളുകളുണ്ടെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന സംഭവമൊക്കെ പിന്നെ ഭൂമിയിൽ തന്നെ ആയിരിക്കൂലേ. അല്ലാത്തപ്പോൾ നമ്മുടെ ജീവിതം ഒരു നരകമായിട്ട് മാറും, അതും ഈ ഭൂമിയിൽ തന്നെ. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ ഡ്രീംസിനെ ചേസ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴേക്കും നമ്മളങ്ങടെ അഹങ്കാരികളും ധിക്കാരികളും ഒക്കെ അങ്ങടായി തീരുവ ചെയ്യണേ അല്ലേ. എന്തായാലും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിന്റെ ചാർജ് തീർന്നു. അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാം. ബൈ.